ചാരായമാറ്റും വിൽപ്പനയും ഉദ്യോഗസ്ഥർക്ക് ഒറ്റുകൊടുത്തതായി ആരോപണം. അട്ടപ്പാടി ഷോളയൂർ കോഴിക്കൂടത്ത് 46-കാരന് വെട്ടേറ്റു. ഞായറാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് സംഭവം. കോഴിക്കൂടം സ്വദേശി മാത്യു തോമസിനാണ് വെട്ടേറ്റത്. മാത്യു കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഊത്തുകുഴി സ്വദേശി 34-കാരൻ ജോബിയാണ് മാത്യുവിനെ വെട്ടിയത്. ചാരായവാറ്റും വിൽപ്പനയും നടക്കുന്ന വിവരം എക്സൈസിനും പോലീസിനും ഒറ്റുകൊടുത്തു എന്നാരോപിച്ചാണ് മാത്യുവിനെ വീട്ടിൽ കയറി വെട്ടിയത്. മുഖത്ത് 12 സ്റ്റിച്ചുകളുണ്ട്. തോണ്ടിട്ട് പറഞ്ഞു, നീ എന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലടാ എന്നൊരു തെറിക്കുട്ടി വിളിച്ചിട്ട് ഭാഗത്തെടുത്തൊരു വെട്ട് വെട്ടി. ഞാൻ തട്ടി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിലിങ്ങനെ മുറിഞ്ഞു. ശരിക്കും കൊണ്ടില്ല. ഒന്നുകൂടെ വെട്ടി, അതും തട്ടി. ഒന്നുകൂടെ വെട്ടിയപ്പോഴത്തേക്കും തട്ടിലും ഇവിടെ ഇങ്ങനെ പരേഷിച്ച ഒറ്റ വെട്ടുകൾ. മറ്റേ ലഹരി പ്രശ്നമാണ്. അവനെ ചാരായം മറ്റും ഞാൻ സമ്മതിക്കുന്നില്ല. കഞ്ചാവ് കൃഷി അവൻ്റെ റൈഡ് കടന്നു പോയി. അത് ഞാൻ അവനെ വെട്ടാൻ പറ്റില്ല. ഞാൻ അവൻ്റെ പ്രശ്നക്കാരാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പോലീസിലും എക്സൈസുകാരുടെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ആരും അറിവൊന്നുമില്ല. ഞാൻ എൻ്റെ പറമ്പും എൻ്റെ വീടും എൻ്റെ കാര്യം നോക്കിയിരിക്കുന്ന ആളെ. ഞാൻ 8 സ്ഥലമുണ്ട്, ഏലകൃഷിയുണ്ട്, കുരുമുളകുണ്ട്, എല്ലാ കൂടെ കൃഷിയൊക്കെയുണ്ട്. ഞാൻ ആരുടെ കാര്യത്തിൽ ഞാൻ അവിടെ പോകാറില്ല. എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല. പിന്നെ ഞാൻ അടുത്തവരുടെ കാര്യം നോക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. വീട്ടിൽ കയറി വിട്ടു. വീട്ടിൻ്റെ അകത്ത് കയറി ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കയറി വിട്ടു. ലഹരി പ്രശ്നമാണ്. അവന് ചാരാക്കച്ചവടം ചെയ്യണം, ഞാൻ സമ്മതിക്കുന്നില്ല. അവന് കഞ്ചാവ് കൃഷി ചെയ്യണം, ഞാൻ സമ്മതിക്കുന്നില്ലെന്നാണ് പറയുന്നത്. മാത്യു തോമസിന്റെ തോട്ടത്തിലെ ജോലിക്കാരനായ വനരാജനെ ആക്രമിച്ച് ബോധം കെടുത്തി വെട്ടുകത്തി കൈക്കലാക്കിയാണ് മാത്യുവിനെ ജോബി ആക്രമിച്ചത്. ഷോളയൂർ പോലീസ് കേസെടുത്തു. പ്രതിക്കായി തിരച്ചിൽ നടത്തിവരികയാണ്. വന്യമൃഗങ്ങളെ വേട്ടയാടി വിൽപ്പന നടത്തിയതിനും ചാരായ വിൽപ്പന നടത്തിയതിനും പ്രതിയുടെ പേരിൽ നിരവധി കേസുകളുണ്ട്.